ഇത് എഗൻസ്റ്റ് ദ ലോ ആയിട്ടാണ് വണ്ടിയുടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പാടില്ല. ഇത് അവിടെ പല കാർ ഷെഡുകളും കാർ പോർച്ചുകളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ വണ്ടി കൊണ്ടുപോയിടാം. അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മാന്യമായിട്ട് എടുത്ത് മാറ്റുന്നതാണ് കളക്ടർക്ക് നല്ലത്. കളക്ടറെ സംബന്ധിച്ച് ഒരു ഡെഫേദാർ ഉദ്യോഗസ്ഥനുണ്ട്, പിന്നെ അദ്ദേഹത്തിന് 2 പോലീസ് ഗാർഡുണ്ട്, ഡ്രൈവറുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും കളക്ടർ വണ്ടി വിടുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പിന്നെ എന്തായി കഴിഞ്ഞാലും കളക്ടർ വണ്ടി വിടുന്ന മാറ്റിക്കാനുള്ള ഹർജി കൊടുത്താൽ അത് ഉറപ്പായിട്ടും മാറ്റി. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് അവകാശികൾ. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭരണാധികാരികൾ പറയുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന എക്സിക്യൂട്ടീവ് ജോലി ചെയ്യുന്നവരാണ് കളക്ടറായാലും കമ്മീഷണറായാലും അത്തരത്തിലുള്ളവർ. ഇത്തരത്തിൽ മേയറായാലും കമ്മീഷണറായാലും നമ്മുടെ പോലീസ് സ്റ്റേഷനിലായാലും എവിടെ ചെന്നാലും നമ്മൾ ചെല്ലുന്നിടത്ത് ഈ വാഹനം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന കാണാം. ഇത് പോർട്ടിക്കോ ആണ്. ഇത് നമ്മുടെ നിയമം അനുസരിച്ച് അവിടെ വാഹനം പാർക്ക് ചെയ്യാനുള്ള നിയമമില്ല. പ്രാഥമികമായിട്ട് വിദ്യാഭ്യാസം നേടുന്ന നമ്മുടെ സംസ്ഥാനത്തിൽ ഈ അറിയേണ്ട കാര്യങ്ങൾ, ജനങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പലതും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. ജനങ്ങൾ അറിയുന്നില്ല, ജനങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. അത്തരം ജനങ്ങളുടെ അറിവുകേടാണ്. ഇത്തരത്തിൽ അറിവുള്ളവരും ഉയർന്ന തലത്തിൽ ജോലി ചെയ്യുന്നവരുമെല്ലാം ജനങ്ങളോട് കാണിക്കുന്ന ഒരു ധാർഷ്ട്യമാണ് ഈ കാണുന്ന പാർക്കിംഗ്. നമസ്കാരം. ഈ കളക്ടർ വാഹനം ഇവിടെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് കളക്ട്രേറ്റിനെ സംബന്ധിച്ച് എല്ലാ ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഒരു പോർട്ടിക്കോ ഉണ്ട്. പോർട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ, ആ ബിൽഡിങ്ങിലെ മേലുദ്യോഗസ്ഥന്, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ്റെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ല. അവിടെ ഒരു ഉദ്യോഗസ്ഥൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അവിടെ ഇറക്കിയതിന് ശേഷം ആ വണ്ടി മാറ്റി വെയിറ്റിംഗ് ഷെഡിൽ കൊണ്ടിടേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷേ കൊല്ലം കളക്ടറേറ്റ് അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ടർ വണ്ടിയാണ് ഇവിടെ ഓക്കുപ്പൈ ചെയ്തിരിക്കുന്നത്. ഈ പോർട്ടിക്കോ കളക്ടർക്ക് മാത്രം അവകാശപ്പെട്ടതാണെന്നുള്ള രീതിയിലാണ് ഇവിടെ ഇത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് മേയർമാരും അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലും എല്ലാം ഇത്തരത്തിൽ വീടിൻ്റെ കാർ പോർച്ച് എന്നുള്ള ധാരണയിലാണല്ലോ അവർ ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. അത് ഇവരുടെ അറിവില്ലായ്മയാണോ അതോ ജനങ്ങൾക്ക് അറിവില്ലാത്തതുകൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? അതിലേക്ക് വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മൾ നേരെ സെക്രട്ടേറിയറ്റിൽ പോവുക. കേരളത്തിൻ്റെ എന്നല്ല, സംസ്ഥാനത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോർട്ടിക്കോയും മന്ത്രിമാരെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് വണ്ടി ഉടനെ എടുത്തുകൊണ്ട് കാർ ഷെഡിലായിടുന്നത്. അവർക്ക് അതിൻ്റെ ആ യുക്തിയുണ്ട്, ആ സെൻസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഇതൊരു കീഴ്വഴക്കമായിട്ട് തുറന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാര് പറഞ്ഞാലും അവർ കേൾക്കത്തില്ല. ഈ കളക്ട്രേറ്റിൽ നിന്ന്, ഈ പോർട്ടിക്കോയിൽ നിന്ന് വണ്ടി മാറ്റാൻ വേണ്ടി ഞാൻ ഹർജി കൊടുത്തിരിക്കുകയാണ്. ഈ ഹർജി ഇപ്പോൾ ഏകദേശം 2 പ്രാവശ്യം ലീഗൽ സർവീസ് അതോറിറ്റി ഹിയർ ചെയ്ത് അവിടെ അവർ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു കാരണവശാലും കളക്ടറെ വണ്ടി മാറ്റാൻ പറ്റത്തില്ല. കളക്ടർ ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് എവിടെയെങ്കിലും പോകണമെങ്കിൽ അദ്ദേഹത്തിന് ചാടി ഇറങ്ങി വന്ന് വണ്ടി കയറി ഉടനെ പോകണം. കളക്ടറെ സംബന്ധിച്ച് ഒരു ഡെഫേദാർ ഉദ്യോഗസ്ഥനുണ്ട്, പിന്നെ അദ്ദേഹത്തിന് 2 പോലീസ് ഗാർഡുണ്ട്, ഡ്രൈവറുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും കളക്ടർ വണ്ടി വിടുന്നതെന്ന് പറഞ്ഞാൽ തെറ്റ് തന്നെയാണ്. പിന്നെ എന്തായി കഴിഞ്ഞാലും കളക്ടർ വണ്ടി വിടുന്ന മാറ്റിക്കാനുള്ള ഹർജി കൊടുത്താൽ അത് ഉറപ്പായിട്ടും മാറ്റിച്ചിരിക്കും. ഇത്തരത്തിൽ ഈ കളക്ട്രേറ്റിൽ ജനങ്ങൾക്ക് വേണ്ടുന്ന അവകാശങ്ങൾ സാധിക്കാൻ വേണ്ടി ഈ കളക്ട്രേറ്റിലിരിക്കുന്ന അധികാരികളായ ജനാധിപത്യ രാജ്യത്തെ അധികാരികളും അവകാശങ്ങളുമായ ജനങ്ങൾക്ക് വന്നിറങ്ങി കളക്ട്രേറ്റിലേക്ക് കയറിപ്പോകേണ്ട ഒരു സ്ഥലത്താണ് ഈ കളക്ടർമാരെല്ലാം തന്നെ ഈ പോർട്ടിക്കോയിൽ വാഹനം പാർക്ക് ചെയ്യുന്നത്. വാഹനം ഇവിടെ പാർക്ക് ചെയ്യാൻ നിയമപരമായിട്ട് ഒരു അവകാശമില്ല. വാഹനം പാർക്ക് ചെയ്യേണ്ട മറ്റു സ്ഥലത്താണ്. പക്ഷേ ഇത്തരത്തിലിരിക്കുന്നവർ ജനങ്ങൾക്ക് അറിവില്ല. ജനങ്ങൾക്ക് അറിവ് കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ പോലും ഇത്തരം അറിവുകളൊന്നും പകർന്നു കൊടുക്കാനോ പങ്കുവെക്കാനോ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ള സർക്കാരുകൾ കാണിക്കാത്തതാണ്. ഇത്തരത്തിലുള്ള ധാർഷ്ട്യപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ഇതാണ് നിയമമെന്ന് ധരിച്ചുകൊണ്ട് ജനങ്ങൾ ഇവിടെ വന്നു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത്. മറ്റൊരു വാഹനത്തിൽ വരുന്ന ഈ കളക്ട്രേറ്റിൽ 100 കണക്കിന് ആവശ്യക്കാരായിട്ട് അധികാരപ്പെട്ട അധികാരികളായിട്ടുള്ള പാവം ജനങ്ങൾ വരുമ്പോൾ അവർക്ക് സുഗമമായിട്ട് ഇറങ്ങി പോകാനുള്ള ഒരു സ്ഥലമാണ്. ഇവിടാണ് നമ്മുടെ കളക്ടറായാലും കമ്മീഷണറായാലും എവിടായാലും അവർ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട്, പോർട്ടിക്കോയിൽ വാഹനം പാർക്ക് ചെയ്തുകൊണ്ട് ധാർഷ്ട്യമായ മനോഭാവത്തോട് ജനങ്ങളോട് പെരുമാറുന്നത് ഇരിക്കും. അല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒറ്റയ്ക്ക് കളക്ടർ ഡ്രൈവ് ചെയ്ത് പോവുകയല്ലോ. കളക്ടർ ഇത്രയും സ്റ്റാഫാകുമ്പോൾ പോകുന്ന കാര്യങ്ങളും എല്ലാം ഈ അവരുടെ സ്റ്റാഫുകൾ പറയുമല്ലോ, ഇത്ര മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ടെന്ന്. അത്തരത്തിൽ അറിഞ്ഞല്ലേ പോകുന്നത്. വിത്തിൻ സെക്കൻഡ്സിന് കളക്ടർക്ക് എമർജൻസിയിൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ തന്നെ വണ്ടി എന്നിടത്ത് ഇവിടെ കൊണ്ടുവരാനേ ഉള്ളൂ. കളക്ടർ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇവിടെ എത്തുന്നതിനകത്ത് വെച്ച് ഡ്രൈവർക്ക് വണ്ടി ഇവിടെ കൊണ്ടുവന്നിടാൻ പറ്റും. അതൊക്കെ അവരൊന്നും വിൽഫുള്ളായിട്ട് ചെയ്യാത്തതാണ്. ഇതിങ്ങനെ അങ്ങ് തുടർന്നുകൊണ്ട് പോവുകയാണ്. ഇതൊന്നും ഇങ്ങനെ ഒരു ഹർജി കൊടുത്തപ്പോൾ തന്നെ കളക്ടറിലെ ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് മാറ്റാൻ പറ്റത്തില്ല, ഇത് കളക്ടർ വണ്ടിയുടെ സ്ഥലമാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതൊരു പറഞ്ഞു. ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ ഈ കളക്ട്രേറ്റിൽ, കൊല്ലം കളക്ട്രേറ്റിൽ നിന്നല്ല ഇത്തരം സ്ഥാപനങ്ങളിൽ വരുന്ന ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് വാഹനം നിർത്തി ഈ ഓഫീസിൽ കയറിപ്പോകാൻ വേണ്ടുന്ന ഒരു ഇടമല്ലേ ഇത്?
ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, മറ്റൊരു വണ്ടി പോകുന്ന റിസ്ക് കണ്ടോ, തൊട്ടില്ലെന്നും പറഞ്ഞാൽ പോകുന്ന. ഇവിടെ ഇതിനു മുമ്പ് ഞാനിത് കൊടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോടതി കഴിഞ്ഞ് വന്നപ്പം ഒരു ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സണെ ആട്ടോയിൽ വന്നിറങ്ങിയിട്ട് അദ്ദേഹത്തിന് ആട്ടോ ഒതുക്കിയിട്ടിട്ട് അദ്ദേഹത്തിന് കളക്ടറിനകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഒന്നാമതായിട്ട് അന്ന് റാമ്പില്ലായിരുന്നു. ഞാൻ ഈ ഹർജി കൊടുത്തതിന് ശേഷമാണ് റാമ്പ് ഇവിടെ വന്നത്. പിന്നെ അതിനേക്കാൾ ഒരു കളക്ടർ വണ്ടി കിടക്കുന്ന കാരണം അദ്ദേഹത്തിന് ഈ കളക്ടർ കയറാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ സൈഡിൽ കൂടെ കയറ്റിയ. അന്നാണ് ഞാനും ആലോചിക്കുന്നത്, ഈ പോർട്ടിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമല്ലെന്ന്. അങ്ങനെ അതും അവിടെയൊക്കെ വണ്ടികൾ കിടപ്പുണ്ടല്ലോ. ഓരോ വണ്ടിക്കാരും കളക്ടറിലെ ഓരോ സെഷൻ്റെ ഫ്രണ്ടിൽ വണ്ടി അങ്ങിട്ടാൽ മതിയല്ലോ. ജില്ലാ ജഡ്ജി ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ അവിടെ കൊണ്ടുവന്നിട്ടാൽ മതിയല്ലോ. മുനിസിപ്പൽ മജിസ്ട്രേറ്റും CJM എല്ലാം അവരവരെ ഇതിനു മുമ്പ് വണ്ടി കൊണ്ടിട്ടാൽ മതിയല്ലോ. അത് പാടില്ല. അവർക്ക് വണ്ടിയുടെ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലത്താണ് വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടത്. അപ്പോൾ ഈ നിയമം അങ്ങ് ഇതിനു വേണ്ടി പോരാടി ഇത്തരം ജനങ്ങൾക്ക് വേണ്ടി അത് നടപ്പിലാക്കി എടുക്കും എന്നുള്ള വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഇത് അനധികൃതമല്ല, ഇത് എഗൻസ്റ്റ് ദ ലോ ആയിട്ടാണ് വണ്ടിയുടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് പാടില്ല. ഇത് അവിടെ പല കാർ ഷെഡുകളും കാർ പോർച്ചുകളും ഒഴിഞ്ഞു കിടപ്പുണ്ട്. അവിടെ വണ്ടി കൊണ്ടുപോയി ഇടാം. അവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ഇത് മാന്യമായിട്ട് എടുത്ത് മാറ്റുന്നതാണ് കളക്ടർക്ക് നല്ലത് എന്നാണ് ഞാൻ പറയുന്നത്.